എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ക്രിപ്റ്റോ ടാക്സുകളെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിലെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ ടാക്സ് എത്രയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചർ മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള നമ്മുടെ ക്രിപ്റ്റോ ടാക്സ് ലയബിലിറ്റി മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ടാക്സ് ലയബിലിറ്റി കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വഴി ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. അതായത് മാക്സിമം ഇന്ത്യൻ എക്സ്ചേഞ്ച് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ടാക്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഒക്കെ കുറയ്ക്കാനും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ പല ആളുകളും ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പല ആളുകളും ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഉപയോഗിക്കാതിരിക്കുന്നതും. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരേ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട്, ഈ ഒരേ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈനാൻസ് പോലുള്ള, ബൈബിറ്റ് പോലുള്ള അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ക്രിപ്റ്റോ അഡോപ്ഷൻ കൂടുതലാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ വളരെ ഒരു ലോ വോളിയം മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ്. ഇപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ എല്ലാം എക്സ്ചേഞ്ച് ലിസ്റ്റിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകളും അതിൽ കാണാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ലോ വോളിയം ട്രേഡ് ചെയ്യപ്പെടുന്ന എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകൾ. അതുമാത്രമല്ല പുവർ മാനേജ്മെൻ്റ് ആണ് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളും. അതിപ്പോൾ ടെക്നിക്കലി ആണ് എന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റർ റിലേഷൻ ആണ് എന്നുണ്ടെങ്കിലും വളരെ പുവർ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇൻസിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാക്കോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വസിറക്സ് പോലുള്ള എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ ഹാക്ക് ചെയ്തിട്ട് വർഷങ്ങളായി, പക്ഷേ ഇപ്പോഴും അത് എത്രമാത്രം ഡിലേഡ് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് എന്ന് നമുക്ക് ഏതൊരാൾക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ പുവർ മാനേജ്മെൻ്റ് ആണ് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഫുള്ളി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചുകളല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻകം ടാക്സിനെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എങ്ങനെയാണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് സെബിയുടെ മറ്റും ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്, അതേപോലെ ഒരു ഫുള്ളി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് അല്ല ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകൾ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസണാണ് ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളും നമുക്ക് ക്രിപ്റ്റോ വിഡ്രോവൽ അലൗ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിലും അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് അത് ഓൺ ചെയിൻ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വലിയൊരു റെഡ് ഫ്ലാഗ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ സെൽഫ് കസ്റ്റഡിയാണ്. അതിപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ബിറ്റ്കോയിൻ നമുക്ക് എക്സ്ചേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടി വരുന്ന, അതായത് ഫോഴ്സ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് തന്നെ ഒരു റെഡ് ഫ്ലാഗാണ്. അപ്പോൾ
നമ്മൾ പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റണം. അതിപ്പോൾ നമ്മുടെ സെൽഫ് കസ്റ്റഡി ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് കസ്റ്റഡി വാലറ്റിലോട്ടോ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു റെഡ് ഫ്ലാഗാണ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള CoinDCX പോലും ക്രിപ്റ്റോ വിഡ്രോവൽസ് അലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ്. ഇനിയിപ്പോൾ ദുബായ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് നാട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ എനിക്ക് CoinDCXലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിത് തിരിച്ച് എൻ്റെ പഴയ വാലറ്റിലോട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാരണം ഓൺ ചെയിൻ വിഡ്രോവൽ ബ്ലോക്ക്ഡ് ആണ് എന്നുള്ളതാണ്. അതിന് റെഗുലേറ്ററി റീസൺസ് ആണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളും ഓൺ ചെയിൻ വിഡ്രോവൽസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പുവർ ഇൻ്റർഫേസ് ആണ്, ഫീച്ചേഴ്സ് കാര്യങ്ങൾ കുറവാണ്. അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളാണെന്നുണ്ടെങ്കിൽ പ്രൂഫ് ഓഫ് റിസർവ് കാര്യങ്ങളൊന്നും വലിയൊരു ട്രാൻസ്പെറൻസി കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പല വീഡിയോസിലായിട്ട് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് ആണ് ഇത്. അതായത് നമ്മൾ INR ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരേ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് വളരെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾ ഇത്രയൊക്കെ ഡ്രോബാക്സ് ഉണ്ടായിട്ടും ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇത്തരത്തിലുള്ള ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഇൻകം ടാക്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇൻകം ടാക്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ലാഭം ഉണ്ടാക്കിയാലും നഷ്ടം ഉണ്ടാക്കിയാലും നമ്മൾ ലാഭവും നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത് ലോങ് ടേമിൽ ഭാവിയിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജിനേക്കാളും കൂടുതൽ തലവേദനകളാണ് എന്നുള്ള കാര്യമാണ് ഈ അടുത്ത ഒരു കുറേ സ്ലൈഡുകളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ട്രാൻസാക്ഷൻസ് ഒന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ വസീറക്സിൻ്റെ അക്കൗണ്ടിലെ സ്ക്രീൻഷോട്ടാണ്. അതായത് ഞാൻ ഇന്ത്യൻ അക്കൗണ്ടുകൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഇത് കുറേ വർഷത്തിന് മുന്നേ 2022 2021 എന്തോ ജസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ട്രാൻസാക്ഷൻസ് പോലും എൻ്റെ ഇൻകം ടാക്സ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു 189 രൂപയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിയിട്ട് 189 രൂപയ്ക്ക് തന്നെ സെല്ല് ചെയ്തതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ, ഒരു സ്ക്രീൻഷോട്ടാണിത്. അപ്പോൾ ഈ ഒരു എക്സാക്റ്റ് 189 രൂപയ്ക്ക് സെല്ല് ചെയ്തതിൻ്റെ ഈ ഒരു ടോട്ടൽ സെൽ വാല്യൂ എൻ്റെ ഇൻകം ടാക്സിലെ പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു ട്രാൻസാക്ഷൻസ് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ക്രിപ്റ്റോയിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഡീൽ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത് നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ആദ്യം ഈ ഒരു ഇൻകം ടാക്സിൽ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു AIS എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ വരും, TIS, AIS. ഈ ഒരു TISൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും, ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ ടാക്സബിൾ ഇവൻറ്റും അത് ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഡിവിഡൻഡ് നിങ്ങൾക്ക് കിട്ടി, ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ട് ഡിവിഡൻഡ് എത്രയാണ് എന്നിവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എത്രയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കോ കാര്യങ്ങളോ മ്യൂച്വൽ ഫണ്ടോ കാര്യങ്ങളോ വിറ്റു എന്നുണ്ടെങ്കിൽ അത് എത്രയാണ് എന്നിവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങൾ അത് എത്രയാണ് എന്നൊക്കെ ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നാലാമത് ഇവിടെ കാണാൻ സാധിക്കും റെസീപ്റ്റ്സ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്നുള്ളത്. സോ ഇത് എന്താണ്? ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ എപ്പോഴൊക്കെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ഒരു സെൽ ട്രാൻസാക്ഷൻ നടത്തുന്നോ അപ്പോൾ ആ സെൽ ട്രാൻസാക്ഷൻസ് അവർ ഡയറക്റ്റ്ലി ഇൻകം ടാക്സ് പോർട്ടലുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 189 രൂപയ്ക്ക് സെല്ല് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇൻകം ടാക്സ് പോർട്ടലിൽ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സോ എപ്പോഴൊക്കെ ഒരു TDS നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡക്റ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഈ ഒരു ട്രാൻസാക്ഷൻ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്.
സോ ഇവിടെ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും. ജൻമൈ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് വസിറക്സ് എന്നുള്ള കമ്പനിയാണ്. എത്രയാണ് ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ട് 188, TDS ഡിഡക്റ്റ് ചെയ്തത് 2 രൂപ, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ടാക്സ് പോർട്ടലിൽ ഈ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ടാക്സ് കാര്യങ്ങൾ, ക്രിപ്റ്റോ ടാക്സ് കാര്യങ്ങളെല്ലാം ഏതൊരാൾക്കും അറിയാം മാക്സിമം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പകരം മാക്സിമം ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്, പക്ഷേ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ഉള്ളത് എന്നുള്ളതാണ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ഒരു പോർട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ പോർട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് വിറ്റു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച പ്രൈസ്, നമ്മൾ അതിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയതെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ക്രിപ്റ്റോൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്തിട്ടുള്ള ആ വാല്യൂ മാത്രമാണ് ഈ ഒരു പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിച്ചു, അത് ഒരു 90,000 ലോസിൽ വിറ്റു എന്നുണ്ടെങ്കിൽ ആ 90,000 ആണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. നമ്മളതിൽ എത്ര പ്രോഫിറ്റാണോ ഉണ്ടാക്കിയത്, ലോസ് ആണോ ഉണ്ടാക്കിയത്, അതോ നഷ്ടവും ലാഭവും ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ റിഫ്ലക്റ്റ് ആവുന്നില്ല. വെറും സെല്ല് ചെയ്ത എമൗണ്ട് മാത്രമാണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ജസ്റ്റ് ഒരു സിനാരിയോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമാജിൻ നിങ്ങൾ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ വാങ്ങിച്ചത് മേ ബി ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു P2P സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് ബിറ്റ് കോയിൻ വാങ്ങിച്ചത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം മുന്നേ വാങ്ങിച്ച ഒരു ബിറ്റ് കോയിൻ ആണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പോർട്ടലിൽ നിന്ന് വാങ്ങിച്ചൊരു ബിറ്റ് കോയിൻ ആണ് ഓഫ്ലൈൻ ആയിട്ട്. നിങ്ങളുടെ ബൈ പ്രൈസ്, അതായത് ക്രിപ്റ്റോൻ്റെ ഇന്ത്യയിലുള്ള റൂൾ പറയുന്നത് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമാണ് ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മൾ വാങ്ങിച്ച എമൗണ്ട് മാത്രമാണ് ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പർച്ചേസ് പ്രൈസ് കാര്യങ്ങൾ, അതിൻ്റെ പർച്ചേസ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോ പ്രോഫിറ്റിലെത്തിയിട്ട് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിച്ചു, അതിൻ്റെ ബൈ പ്രൈസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളത് 7 ലക്ഷം രൂപയായപ്പോൾ വിറ്റു ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് വഴി, 2 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അതിലൂടെയുള്ള പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകം ടാക്സിൽ പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് അതിലുള്ള ടാക്സ് എത്രയാണ്, ആക്ച്വലി ഉള്ള ടാക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബൈ വാല്യൂ 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു 2 ലക്ഷം രൂപയുടെ മീതെയാണ് ടാക്സ് ഉള്ളത്, അല്ല. അപ്പോൾ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 60,000 രൂപ, അതായത് 30% ടാക്സ് 60,000 രൂപ, 4% സെസ്സും TDSും കാര്യങ്ങളൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം 55,400 രൂപയാണ് ആക്ച്വലി ഉള്ള ടാക്സ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ബൈ പ്രൈസ്, അതായത് ഈ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇൻകം ടാക്സ് പോർട്ടൽ അത് ട്രാക്ക് ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഈ ഒരു ടോട്ടൽ വാല്യൂവിലായിരിക്കും ഈ ഒരു ടാക്സ് കാര്യങ്ങൾ വരിക. ഓക്കെ, അതായത് ടോട്ടൽ എത്രയാണോ സെല്ല് ചെയ്തിട്ടുള്ള വാല്യൂ 7 ലക്ഷം രൂപ, ആ 7 ലക്ഷം രൂപൻ്റെ മീതെ ടാക്സ് വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് അൺലെസ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ക്രിപ്റ്റോയിൽ പല ആളുകൾക്കും അറിയാം, നമുക്ക് ബൈ ചെയ്ത പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പല എക്സ്ചേഞ്ചുകളായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ പണ്ടെങ്ങോട്ടോ വാങ്ങിച്ച ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ചിലപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബൈ പ്രൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ടാക്സ് അതോറിറ്റിക്ക് ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ ടോട്ടൽ സെയിൽ വാല്യൂവിലായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ മണി കൺട്രോളിലുള്ള വന്നിരിക്കുന്ന ആർട്ടിക്കിളിലും മറ്റും ടോട്ടൽ സെയിൽ വാല്യൂവിലൊക്കെയാണ് ഇൻകം ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത്, ആക്ച്വലി നമ്മൾ 2 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ 2 ലക്ഷം രൂപയുടെ 30% ടാക്സ് 55,000 രൂപയാണ് ആക്ച്വലി ടാക്സായിട്ട് അടയ്ക്കേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കിയ എമൗണ്ട് മൊത്തം, അതിലും കൂടുതൽ 2,11,400 രൂപ അടയ്ക്കേണ്ടി വരുന്ന ഒരു അവസരം വരികയാണ് ആക്ച്വലി ഈ ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുമ്പോൾ. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ ഇൻകം ടാക്സുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട്. ഓക്കെ,
അപ്പോൾ ഇതേപോലെ തന്നെ അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻകം ടാക്സ് പോർട്ടലിൽ നമ്മൾ ഈ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ് എന്നുള്ളതൊന്നും നമുക്ക് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിച്ചു, 10 ലക്ഷത്തിന് വിറ്റു. അപ്പോൾ 5 ലക്ഷത്തിന് വാങ്ങിയതിൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് പോർട്ടലിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് ഫയൽ ചെയ്താൽ അതിൽ ഓഡിറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് നോട്ടീസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫൈന് കാര്യങ്ങൾ, അതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ടിൻ്റെ മീതെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന സിനാരിയോ കാര്യങ്ങൾ ഒക്കെ വരും. ഓൾറെഡി അങ്ങനെ പല ആളുകൾക്കും വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു സിനാരിയോ നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, അപ്പോൾ എനിക്ക് പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഈ പറയുന്ന സിനാരിയോസ് എല്ലാം നമ്മളോട് പല ആളുകളും ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമാജിൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ, നിങ്ങളൊരു 10 ലക്ഷം രൂപ ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ കോയിൻ DCXൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ, ഭാവിയിൽ ഇതിൻ്റെ വാല്യൂ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിനിൽ എവിടെയെങ്കിലും പോയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായിലോട്ടൊക്കെ പോയിട്ട് ടാക്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്സ്ചേഞ്ചൊക്കെ ഉപയോഗിക്കുക എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു, ഏതെങ്കിലും ഒരു ആൾട്ട് കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 5 കോടി രൂപയായി എന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഒരു 4.9 crore ഒക്കെ ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, അപ്പോൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു 30% ടാക്സ് അടയ്ക്കണ്ടേ, നമുക്ക് ഇന്ത്യ വിട്ട് UAE മൈഗ്രേറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ഈ UAE പോയി മൈഗ്രേറ്റ് ചെയ്യാം, അവിടെ പോയി ഒരു റെസിഡൻ്റ് ആക്കുക എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ഉപയോഗിക്കുമ്പോൾ അതിന് പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അതായത് ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ വാലറ്റ്, അതായത് ഓൺ ചെയിൻ വിഡ്രോവൽസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള. അതായത് ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ഗെറ്റ് ഇൻ ചെയ്യാൻ വളരെ ഈസിയാണ്, പക്ഷേ ഗെറ്റ് ഔട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ തന്നെ സെല്ല് ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു ഹെഫ്റ്റി ടാക്സാണ് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 30% ടാക്സ് ഒരു 4.9 crore പ്രോഫിറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആണ് ടാക്സ് വരുന്നത്? ഏകദേശം 1.52 crore റുപ്പീസാണ് ടാക്സ് ആയിട്ട് വരുന്നത്. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ഇനിയിപ്പോൾ വേറെ രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനും വേറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭാവിയിൽ വലിയൊരു എമൗണ്ട് ആവുന്ന സമയത്ത് ഇപ്പോൾ മറ്റുള്ള ഒരു ടാക്സ് ഹാവൻ കൺട്രിയിലൊക്കെ പോവാം എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിനും ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ അവിടെ ഒരു തടയിടുകയാണ് ചെയ്യുന്നത്, ഈ ഒരു എക്സിറ്റ് ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് 2 ഓപ്ഷൻ? ഒന്ന്, നിങ്ങൾക്ക് ഈ ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഈ ഒരു 30% ടാക്സ്, അതിപ്പോൾ ടോട്ടൽ വാല്യൂവിൽ 30% ടാക്സ് കൊടുക്കാൻ വരെ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് നഷ്ടമാണെന്നുണ്ടെങ്കിലും ലാഭമാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചുമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം, അതേപോലെ തന്നെ എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ മേഖലയിൽ ഇപ്പോൾ ക്രിപ്റ്റോയ്ക്ക് വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ടീവ് അല്ല എന്ന് മാത്രമല്ല കുറേയൊക്കെ ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻകം ടാക്സ് റൂൾസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി, അതേപോലെ പോളിസി കാര്യങ്ങളൊക്കെ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് വരെയെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഒഴിവാക്കിയിട്ട് മാക്സിമം ഈ ടാക്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. സോ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കലും ഇന്ത്യൻ എക്സ്ചേഞ്ച് ഉപയോഗിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകൾ മാത്രം ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ കറൻസികളാണെന്നുണ്ടെങ്കിലും വാങ്ങുന്നത് മാക്സിമം ഓഫ്ലൈൻ ആയിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസിലൂടെ മാത്രം പിയർ ടു പിയർ ആയിട്ട് വാങ്ങാനും ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ എവിടെയും റെക്കോർഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ മാക്സിമം ഇതേ പറഞ്ഞ പോലെ സെൽഫ് കസ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹാർഡ്വെയർ വാലറ്റോ അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് കസ്റ്റഡി വാലറ്റ്, മൊബൈൽ വാലറ്റ് എങ്കിലും യൂസ് ചെയ്തിട്ട് അതിൽ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സെല്ല് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് സെല്ല് ചെയ്യുന്നതിന് പകരം
നിങ്ങൾ പിയർ ടു പിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ജെന്യൂൻ ആയിട്ടുള്ള സെല്ലേഴ്സിനെ കോൺടാക്ട് ചെയ്ത് ഫേസ് ടു ഫേസ് ആയിട്ട് ഓഫ്ലൈനായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസിലൂടെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസിഡറബിൾ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് കുറച്ചൊരു വലിയൊരു എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ബിറ്റ് കോയിൻ സെൽഫ് കസ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ സൂക്ഷിക്കാതിരിക്കുക. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങിക്കുക. ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ വാലറ്റാണ് ട്രഷറിൻ്റെ മോഡൽ 1 എന്നുള്ള ഈ ഒരു ഹാർഡ്വെയർ വാലറ്റ്. സോ ഇതല്ലാതെ തന്നെ ഒരുപാട് ഹാർഡ്വെയർ വാലറ്റ് നിങ്ങൾക്ക് പല പ്രൈസിലും പല ഫീച്ചേഴ്സിലും അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് ഹാർഡ്വെയർ വാലറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഹാർഡ്വെയർ വാലറ്റിലോട്ട് ബിറ്റ് കോയിൻ സെൻഡ് ചെയ്യുക, അതിൽ നിന്ന് എങ്ങനെയാണ് വേറെ അഡ്രസ്സിലോട്ട് അയക്കുക, അത്തരത്തിലുള്ള ബൈനാൻസിൽ നിന്ന് എങ്ങനെ ബിറ്റ് കോയിൻ ഹാർഡ്വെയർ വാലറ്റിലോട്ട് അയക്കുക, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു 3 പാർട്ട് വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബിറ്റ് കോയിനെ കുറിച്ചിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ A to Z ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഒരു കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫ്രം ദ ബേസിക് അഡ്വാൻസ്ഡ് ലെവലിലെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അതേപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സെൽഫ് കസ്റ്റഡി മൊബൈൽ വാലറ്റെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു ട്രസ്റ്റ് വാലറ്റ് പോലുള്ള ഒരു മൊബൈൽ വാലറ്റെങ്കിലും യൂസ് ചെയ്യുക. ഒരിക്കലും ക്രിപ്റ്റോ കറൻസികൾ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആൾട്ട് കോയിൻസ് ആണെന്നുണ്ടെങ്കിലും എക്സ്ചേഞ്ചിൽ സൂക്ഷിക്കാതിരിക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹാർഡ്വെയർ വാലറ്റോ അല്ലെങ്കിൽ മൊബൈൽ വാലറ്റോ ക്രിയേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ബിറ്റ് കോയിൻ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ബൈനാൻസ് പോലുള്ള, ബൈബിറ്റ് പോലുള്ള, OKX പോലുള്ള ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിട്ട് ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ആൾട്ട് കോയിൻസ് വാങ്ങിച്ചിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ വാലറ്റുകളിലോട്ട് അല്ലെങ്കിൽ മൊബൈൽ വാലറ്റിലോട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഓൺ ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ഈവൻ ബൈനാൻസിൽ നിന്ന് ബിറ്റ് കോയിൻ എങ്ങനെ വാങ്ങിക്കാം, പിയർ ടു പിയർ ആയിട്ട് എങ്ങനെ വാങ്ങിക്കാം, മറ്റുള്ള ട്രാൻസാക്ഷൻസ് ഇപ്പോൾ മറ്റുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ വാങ്ങിക്കാം എന്നും ഞാൻ യൂട്യൂബിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ വാങ്ങിക്കാം എന്നും നിങ്ങൾ ആദ്യം പഠിക്കുക. എൻ്റെ ചാനൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബിറ്റ് കോയിൻ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കുക, അതിനുശേഷം ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ വാലറ്റുകളിലോട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മൊബൈൽ വാലറ്റിലോട്ടെങ്കിലും സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ സെൽഫ് കസ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാലറ്റിൽ സെൽഫ് കസ്റ്റഡി ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇത്തരത്തിൽ സെൽഫ് കസ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കസ്റ്റഡി നമുക്കാണ് ഉള്ളത്. ഇപ്പോൾ മുന്നേ ഉള്ള സ്ലൈഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലാണ് ബിറ്റ് കോയിനും മറ്റുള്ള ക്രിപ്റ്റോ കറൻസിയിലും ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്ചേഞ്ച് ഭാവിയിൽ അത് ഷട്ട് ഡൗൺ ചെയ്യുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ഹാക്ക് കാര്യങ്ങൾ വരുമോ, അത്തരത്തിലുള്ള പേടിയൊന്നും ആവശ്യമില്ല. ഈ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ കംപ്ലീറ്റ് കസ്റ്റഡിയിൽ തന്നെയാണ്, നിങ്ങളുടെ വാലറ്റിൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും അയക്കാം എന്നുള്ളതിൻ്റെ ഒരു ഫ്രീഡം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് വാങ്ങിക്കുന്നതിലൂടെ ഒട്ടുമിക്ക എല്ലാ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളും ഇന്ത്യൻ ടാക്സ് അതോറിറ്റി ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ ബിറ്റ് കോയിൻ വിൽക്കുമ്പോൾ ആയത് കാരണം കൊണ്ട് തന്നെ വിൽക്കുന്ന ട്രാൻസാക്ഷൻ ആണ് ടാക്സ് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ വാങ്ങുന്നത് നമുക്ക് വലിയ രീതിയിൽ ഇൻകം ടാക്സ് പോർട്ടലുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഭാവിയിൽ ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടോ പിയർ ടു പിയർ ആയിട്ട് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് വഴി ഉപയോഗിച്ച് ബിറ്റ് കോയിൻ വാങ്ങിച്ചു, അത് നിങ്ങളുടെ വാലറ്റിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഭാവിയിൽ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അത് വലിയൊരു എമൗണ്ടായി ഒരു ജനറേഷണൽ വെൽത്തായി എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഓക്കെ നമ്മളിത് ഇന്ത്യയിൽ സെല്ല് ചെയ്യേണ്ട, ഇന്ത്യയിൽ സെല്ല് ചെയ്താൽ ഇത്രയും വലിയൊരു ടാക്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾക്ക് ഏതായാലും കുറച്ച് ഒരുവിധം നല്ല ക്യാഷൊക്കെ നമുക്ക് ഉണ്ടാക്കി നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്നതിന് പകരം ഒരു ടാക്സ് ഹാവൻ കൺട്രി ആയിട്ടുള്ള ഉദാഹരണത്തിന് ഇപ്പോൾ UAE പോലുള്ള രാജ്യത്തൊക്കെ പോയിട്ട് അവിടെ പോയി സെറ്റിൽ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ ആരും തടയാൻ നിൽക്കുന്നില്ല. കാരണം നമുക്കൊരു ഫോഴ്സ്ഡ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ക്രിപ്റ്റോ കറൻസി നമ്മുടെ കംപ്ലീറ്റ് കസ്റ്റഡിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മറ്റുള്ള രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ പോയി സെല്ല് ചെയ്യാം. അവിടെ ടാക്സ് കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവിടെ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് നമ്മൾ സെൽഫ് കസ്റ്റഡി ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡൻറ്റിറ്റിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാതെ KYC കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അനോണിമസ് ആയിട്ടും ബിറ്റ്കോയിൻ വാങ്ങണം അല്ലെങ്കിൽ ക്രിപ്റ്റോ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാലറ്റുകൾ ഉപയോഗിച്ച് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ട്രെസറോ ലെഡ്ജറോ പോലുള്ള ഹാർഡ്വെയർ വാലറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഡീലേഴ്സ്, ബിറ്റ്കോയിൻ സെല്ല് ചെയ്യുന്ന ഡീലേഴ്സും USDT സെല്ല് ചെയ്യുന്ന ഡീലേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫേസ് ടു ഫേസ് ആയിട്ട് ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിലോട്ട് റിസീവ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ആൾട്ട് കോയിൻസിൽ മറ്റും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USDT മറ്റും നിങ്ങളുടെ വാലറ്റിലോട്ട് റിസീവ് ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളായിട്ട് സ്വാപ്പ് ചെയ്യാം. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെക്സുകളും പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് KYC കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈവൻ നിങ്ങളുടെ ബൈ ട്രാൻസാക്ഷൻസ് പോലും ഇൻകം ടാക്സ് പോർട്ടലോ ആയിട്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ട് ഷെയർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ കറൻസികളുടെ വാല്യൂ വളരെ വലിയ രീതിയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് മെയിനായിട്ട് നമുക്ക് ടാക്സ് സേവ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. മാക്സിമം ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. മാക്സിമം നിങ്ങൾക്ക് നോൺ KYC എക്സ്ചേഞ്ചുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. വരുന്ന വീഡിയോസിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 1-2 ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ വാലറ്റിൽ ബിറ്റ്കോയിൻ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ്. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാക്സബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളാണെന്നുണ്ടെങ്കിൽ വിൽക്കുമ്പോഴാണ്, വാങ്ങുമ്പോഴല്ല. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ ഒരു ഇന്ത്യൻ റെസിഡൻറ്റിന് എപ്പോഴാണോ ബിറ്റ്കോയിൻ വിൽക്കുന്നത് അപ്പോഴാണ് അതൊരു ടാക്സബിൾ ഇവൻ്റായി മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നതിന്, നമ്മുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്യുന്നതിന്, ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റിലോ അല്ലെങ്കിൽ സെൽഫ് കസ്റ്റഡി വാലറ്റിലോ ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് P2P ആയിട്ട് ഓൾറെഡി മുന്നേ വാങ്ങിയിട്ടുള്ള ബിറ്റ്കോയിൻ വിൽക്കുമ്പോൾ ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ്. സോ നമ്മൾ മുന്നേ വാങ്ങിയിട്ടുള്ള P2P ആയിട്ട് വാങ്ങിയിട്ടുള്ള ബിറ്റ്കോയിൻ നിങ്ങളുടെ സെൽഫ് കസ്റ്റഡി വാലറ്റിൽ, നമ്മുടെ ഹാർഡ്വെയർ വാലറ്റിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങളത് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിയർ ടു പിയർ ആയിട്ട് വേറെ ഒരാൾക്കാണ് സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനൊന്നും ഇൻകം ടാക്സ് പോർട്ടലുമായിട്ടൊന്നും റിഫ്ലക്റ്റ് ആവുന്നില്ല. ഇൻകം ടാക്സ് അതോറിറ്റിക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. സോ നിങ്ങളതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളണ്ടറി ആണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോൺ KYC എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിപ്റ്റോ ട്രേഡ് ചെയ്തിട്ട് അത് വാലറ്റിലോട്ട് കീപ്പ് ചെയ്താൽ ടാക്സ് ഒന്നും വരില്ലല്ലോ എന്നുള്ളതാണ്. സോ നോൺ KYC എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിച്ചു അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അത് ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ടോ ഒന്നും ഷെയർ ചെയ്യപ്പെടുന്നില്ല. സോ അതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റോ കാര്യങ്ങളോ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ അതും നിങ്ങൾ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ടല്ല സെല്ല് ചെയ്യുന്നത്, പകരം നിങ്ങൾ ഈ ഒരു നോൺ KYC എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിയർ ടു പിയർ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് അനോണിമസ് ആയിട്ടാണ് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ഇൻകം ടാക്സ് പോർട്ടൽ എവിടെയും റിഫ്ലക്റ്റ് ആവുന്നില്ല. ഇനി നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാം, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. സോ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.